ട്രിപ്പ് അപ്പ് കേരളയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ദേശീയപാത 66-ൻ്റെ പുനർനിർമ്മാണ പുരോഗതിയുടെ 4ാമത് വീഡിയോ ആണ് ഞങ്ങൾ ഇന്ന് അവതരിപ്പിക്കുന്നത്. ദേശീയപാതയിൽ നിന്ന് കോഴിക്കോട് വിമാനത്താവളം, കൊണ്ടോട്ടി എന്നിവിടങ്ങളിലേക്ക് വഴിപിരിയുന്ന കൊളപ്പുറം ജംഗ്ഷൻ മുതൽ ഹെവി വാഹനങ്ങളുടെ പേടിസ്വപ്നമായ പാലച്ചിറമാട് വളവ് അടങ്ങുന്ന 9.5 കിലോമീറ്റർ ദൂരമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. കൊളപ്പുറം ടൗണിന് കാര്യമായ കേടുപാടുകൾ സംഭവിക്കാത്ത തരത്തിൽ കോഴിക്കോട് നിന്ന് വരുമ്പോൾ ജംഗ്ഷനെത്തുന്നതിന് തൊട്ടു മുമ്പായി വലതുഭാഗത്തേക്ക് നിലവിലെ ജംഗ്ഷനിൽ നിന്നും 100 മീറ്റർ മാറിയാണ് പുതിയ NH അലൈൻമെൻറ്റ് ചെയ്തിട്ടുള്ളത്. കൊളപ്പുറം ജംഗ്ഷനിൽ NH ഫ്ലൈ ഓവറും അണ്ടർപാസും നിർമ്മാണ പുരോഗതിയിലാണ്. കൊളപ്പുറം ജംഗ്ഷൻ മുതൽ കൂരിയാട് വഴി കക്കാട് വരെ കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുമ്പോൾ റോഡിൻ്റെ ഇടത് ഭാഗത്തു കൂടിയാണ് വീതി കൂട്ടുന്നതിനായി സ്ഥലം ഏറ്റെടുത്തിട്ടുള്ളത്. കൊളപ്പുറം മുതൽ കൂരിയാട് വരെ പാടശേഖരമായതിനാലും കൂരിയാട് നിന്ന് കക്കാട് വരെ പ്രദേശങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്നതിനാലും കൂരിയാട് അങ്ങാടിയിലെ ഏതാനും കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നതൊഴിച്ചാൽ ആ പ്രദേശങ്ങളിൽ മറ്റുള്ള കച്ചവട സ്ഥാപനങ്ങളോ കെട്ടിടങ്ങളോ നഷ്ടപ്പെടുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. കൂരിയാടിനും കക്കാടിനും ഇടയിലൂടെ കടന്നുപോകുന്ന കടലുണ്ടിപ്പുഴക്ക് കുറുകെ നിലവിലുള്ള പാലത്തിന് സമാന്തരമായി മറ്റൊരു വീതി കൂടിയ പാലം കൂടി വരുന്നതോടെ കൂരിയാട് പാലവും 6 വരി പാതയായി മാറും. ഭാരത് പെട്രോളിയം പമ്പ് കഴിയുന്നതോടെ റോഡിൻ്റെ വലതുഭാഗത്തു കൂടിയാണ് റോഡ് പണി പുരോഗമിക്കുന്നത്. NH-ൽ നിന്നും തിരൂരങ്ങാടി, മമ്പുറം, ചെമ്മാട്, പരപ്പനങ്ങാടി ഭാഗത്തേക്ക് തിരിയുന്ന കക്കാട് ജംഗ്ഷനിൽ ഫ്ലൈ ഓവർ വരുമെങ്കിലും അതിൻ്റെ യാതൊരു നിർമ്മാണവും ഇതുവരെ ആരംഭിച്ചിട്ടില്ല. കക്കാട് ജംഗ്ഷൻ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ റോഡിൻ്റെ ഇരുവശത്തും സ്ഥലം ഏറ്റെടുത്ത് പൊളിക്കൽ പ്രവൃത്തി തകൃതിയായി നടക്കുന്നുണ്ട്.
കക്കാട്, കരിമ്പിൽ, കാച്ചടി തുടങ്ങി റോഡിൻ്റെ ഇരുവശത്തും പൊളിക്കൽ പ്രവൃത്തികൾ സജീവമായി നടക്കുന്നുണ്ടെങ്കിലും വെന്നിയൂർ പറമ്പിൽ ടൗണിൽ NH പ്രവൃത്തിയുടെ യാതൊരുവിധ ലക്ഷണങ്ങളും കാണാനില്ല. തിരക്കേറിയ ജംഗ്ഷൻ ആയതിനാലാവാം വെന്നിയൂർ പറമ്പും അതുപോലെ തന്നെ കക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ രണ്ടാം ഘട്ടത്തിലേക്ക് മാറ്റിവച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. വെന്നിയൂർ പറമ്പ് ടൗൺ കഴിയുന്നതോടെ റോഡിൻ്റെ ഇരുവശങ്ങളിലും പൊളിക്കൽ പ്രവൃത്തി തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂക്കിപ്പറമ്പിന് മുകളിലൂടെയാണ് ഇപ്പോൾ ഡ്രോൺ പറന്നുകൊണ്ടിരിക്കുന്നത്. പൂക്കിപ്പറമ്പ് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഒരു ഇരുണ്ട അധ്യായം സംഭവിച്ചത് ഇവിടെയാണ്. 22 വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2001 മാർച്ച് 11 ഒരു കറുത്ത ഞായറാഴ്ച, സംസ്ഥാനത്തെ ഏറ്റവും വലിയ ദുരന്തം വിതച്ച ബസ് അപകടമുണ്ടായത് ഈ പൂക്കിപ്പറമ്പിലും കോഴിച്ചനക്കുമിടയിലാണ്. ഗുരുവായൂരിൽ നിന്നും തലശ്ശേരിയിലേക്ക് വരികയായിരുന്ന പ്രണവം ബസ് ഇവിടെ വെച്ച് ഒരു കാറിലിടിച്ചു മറിയുകയും പിന്നാലെ തീ പിടിക്കുകയുമായിരുന്നു. അപകടം കണ്ട് നാട്ടുകാരും മറ്റു വാഹനങ്ങളിലുള്ള യാത്രക്കാരും ഓടിയെത്തിയെങ്കിലും നിമിഷ നേരം കൊണ്ട് തീ പടർന്നു പിടിച്ചതിനാൽ കാര്യമായി രക്ഷാപ്രവർത്തനം നടത്താനോ ആളുകളെ രക്ഷിക്കാനോ സാധിച്ചില്ല. തെറിച്ചു വീണ് പരിക്കേറ്റ 22 പേർ രക്ഷപ്പെട്ടതൊഴിച്ചാൽ യാത്രക്കാരും ജീവനക്കാരുമടക്കം 45ഓളം പേരാണ് ആ ദുരന്തത്തിൽ വെന്തു മരിച്ചത്. ഇന്നും കേരളത്തിന് നടുക്കുന്ന ഒരു ഓർമ്മയാണ് പൂക്കിപ്പറമ്പ് ബസ് അപകടം. 2 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും അതിന് സാക്ഷിയായവർക്ക് അതിന്നും വേദനിക്കുന്ന ഓർമ്മകളാണ്. ദുരന്തത്തിൻ്റെ ഓർമ്മകൾ പേറി നിൽക്കുന്ന പൂക്കിപ്പറമ്പ് പിന്നിട്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. കോഴിച്ചന അങ്ങാടിയിൽ ഇടതുവശത്തു കൂടെയാണ് പൊളിക്കൽ പ്രവൃത്തി നടക്കുന്നത്. കോഴിച്ചന ടൗണിൻ്റെ വലതുഭാഗത്തുള്ള AR ക്യാമ്പിന് ഒരു തരി മണ്ണ് പോലും എടുക്കാതെ ആ റോഡിൻ്റെ ഇടതുവശത്താണ് വീതി കൂട്ടുന്നത്.
കൊഴിച്ചന ടൗൺ AR ക്യാമ്പ് കഴിഞ്ഞതിന് ശേഷം റോഡിൻ്റെ വലതുവശത്തും സ്ഥലം ഏറ്റെടുത്തതായി കാണുന്നു. കോഴിച്ചന കഴിഞ്ഞ് പിന്നീട് കാണുന്ന പാലച്ചിറമാട് വളവ് വരെ ആദ്യഘട്ടത്തിൽ വലതുഭാഗത്തും പിന്നീട് ഇടതുഭാഗത്തു നിന്നുമാണ് സ്ഥലം അക്വയർ ചെയ്തിട്ടുള്ളത്. കോഴിച്ചനക്കും എടരിക്കോടിനുമിടയിലുള്ള പാലച്ചിറമാട് വളവ് നിരവധി അപകടങ്ങൾ സംഭവിച്ച കുപ്രസിദ്ധമായ ഒരു വളവ് കൂടിയാണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ S രൂപത്തിലുള്ള ആ വളവ് നിവർത്തി ഒരു നേർരേഖയാക്കിയാണ് പുതിയ NH നവീകരണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എടരിക്കോടിനെയും ചങ്കുവെട്ടിയെയും ഒഴിവാക്കി പാലച്ചിറമാട് മുതൽ സ്വാഗതമാട് വരെ നീണ്ടു നിൽക്കുന്ന ഒരു പുതിയ അലൈൻമെൻ്റാണ് വരുന്നത്. അത് സംബന്ധമായ വീഡിയോ തൊട്ടടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നതാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും വിമർശനങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ഈ വീഡിയോ നിങ്ങളുമായി ബന്ധപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുകയും സമാനമായ വീഡിയോ കാണുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.